അധികാര രാഷ്ട്രീയത്തിന് കോടതി കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു. ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് ആരോടും എന്തും ചെയ്യാമെന്ന് കരുതുന്നവരുടെ വായടപ്പിക്കുന്ന നടപടി. 8 വർഷം നിയമ പോരാട്ടം നടത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് തന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കോതമംഗലം വടാട്ടുപാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കോടതി വിധി കേരളത്തിലെ നിയമവാഴ്ചയുടെയും നീതിബോധത്തിന്റെയും വിജയം തന്നെയാണ്. 2018 നടന്ന ഈ അക്രമം വെറും ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് അധികാരത്തിന്റെ ഹുങ്കിൽ ആരെയും എന്തും ചെയ്യാമെന്ന രാഷ്ട്രീയ ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരമാണ്. റിസർവ് ഫോറസ്റ്റ് പരിധിയിലൂടെ ഒഴുകുന്ന നദിയിൽ നിയമവിരുദ്ധമായി കുളിക്കാൻ അനുമതി നൽകാത്തതിന്റെ പേരിൽ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ കയറി തല്ലി ചതച്ച നടപടി സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയിരുന്നു. വനസമ്പത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ കള്ളക്കടത്തുകാരെയും നിയമലംഘകരെയും പോലെ പെരുമാറുന്നത് എത്രത്തോളം ക്രൂരമാണെന്ന് ഈ സംഭവം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു. ഭരിക്കുന്ന പാർട്ടിയുടെ പിൻബലമുണ്ടെങ്കിൽ വനപാലകരെയും പോലീസിനെയും വിരട്ടാമെന്നും കായികമായിട്ട് അവരെ നേരിടാമെന്നും കരുതിയ സഖാക്കൾക്ക് ഈ വിധി വലിയൊരു തിരിച്ചറിവാണ് നൽകുന്നത്. കേരളത്തിലെ വനസമ്പത്തും ഇവിടുത്തെ സർക്കാർ ഓഫീസുകളും ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്നും അത് ജനങ്ങൾക്കും നിയമത്തിനും വിധേയമാണെന്നും കോടതി ഇവിടെ അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രഭാകരനെയും സെഷൻ ഫോറസ്റ്റ് ഓഫീസർ അരുൺകുമാറിനെയും മർദ്ദിക്കുക മാത്രമല്ല, പരിക്കേറ്റ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്ന പോലീസ് ജീപ്പ് തടഞ്ഞു വെച്ച രാഷ്ട്രീയ ഗുണ്ടായിസം ഒരിക്കലും പൊറുക്കാവുന്നതല്ല. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് ഈ CPM-കാരുടെ മനോഭാവം ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണെന്ന് ഈ അവസരത്തിൽ പറയട്ടെ. ഈ കേസിൽ നീതി ലഭിക്കാൻ ഉദ്യോഗസ്ഥർ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചും അവർ നടത്തിയ നിയമ പോരാട്ടമാണ് അനാസ്, രാമചന്ദ്രൻ തുടങ്ങിയ പ്രതികളെ ശിക്ഷാവിധിയിലേക്ക് എത്തിച്ചത്. 19 പേർ തെളിവില്ലാത്തതിനാൽ രക്ഷപ്പെട്ടുവെങ്കിലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന സന്ദേശം ഉദ്യോഗസ്ഥരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ്. തടവു ശിക്ഷയും പിഴയും വിധിച്ച കോടതി നടപടി ജോലി തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്യുന്നവർക്ക് പാഠമാകണം. വനം കാക്കുന്നവർക്ക് നേരെ കൈയോങ്ങുന്ന രാഷ്ട്രീയ ഗുണ്ടായിസത്തിന് ഈ മണ്ണിൽ ഇടമില്ലെന്ന് ഈ വിധി തെളിയിക്കുന്നു. കേരളത്തിന്റെ പച്ചപ്പും പ്രകൃതിയും വനപാലകരുടെ കരുത്തിലാണ് നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അവർക്കൊപ്പം നിൽക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം അക്രമികൾക്ക് കൂടെ പിടിക്കുന്നത് ലജ്ജാകരമാണ്. നീതി തേടിയുള്ള ഈ ഉദ്യോഗസ്ഥരുടെ പോരാട്ടത്തിന് മുന്നിൽ അധികാരം മുട്ടുമടക്കുന്നു എന്നതാണ് ഈ കോടതി വിധിയുടെ യഥാർത്ഥ കാതൽ. നമ്മുടെ നാടിന്റെ പച്ചപ്പും പ്രകൃതിയും കാത്തു സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന ഏതൊരു കയ്യേറ്റവും ഈ നാടിന്റെ നിലനിൽപ്പിന് നേരെയുള്ള വെല്ലുവിളി തന്നെയാണ്. കോതമംഗലം വടാട്ടുപാറയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പ്രഭാകരനും സംഘത്തിനും നേരെയുണ്ടായ ക്രൂരമായ ആക്രമണം രാഷ്ട്രീയ തിമിരം ബാധിച്ച ചിലരുടെ അധികാര ഗർവ് തന്നെയായിരുന്നു. എന്നാൽ നിയമം കയ്യിലെടുക്കാമെന്ന് കരുതിയ ആ രാഷ്ട്രീയ ഗുണ്ടകൾക്ക് കോടതി വിധിച്ച ശിക്ഷാവിധി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിശ്ചയദാർഢ്യത്തിനുള്ള അംഗീകാരമായിട്ട് തന്നെ നമ്മൾ കാണണം. അർഹതപ്പെട്ട നീതിക്കായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ വടാട്ടുപാറയിലെ വനപാലകർക്കൊപ്പം നാം അണിചേരേണ്ടതുണ്ട്. കാടിനുള്ളിൽ തോക്കും ലാത്തിയുമായി അവർ കാവൽ നിൽക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് വരും തലമുറയ്ക്കായി ഈ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. റിസർവ് വനത്തിന്റെ നിയമങ്ങൾ പാലിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ കയറി മർദ്ദിക്കുകയും രക്തം വാർന്നൊഴുകി അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ച പോലീസ് ജീപ്പ് തടയുകയും ചെയ്ത CPI-കാരുടെ നടപടി മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ്. നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. സഖാക്കൾ എന്ന പേരിൽ വനസമ്പത്ത് കൊള്ളയടിക്കാനും നിയമം ലംഘിക്കാനും ആരെയും അനുവദിക്കില്ലെന്ന് ഈ വിധിയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പരിക്കേറ്റ ഉദ്യോഗസ്ഥർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന കോടതിയുടെ ഉത്തരവ് അവർ അനുഭവിച്ച വേദനയ്ക്കുള്ള ചെറിയൊരു ആശ്വാസം മാത്രമാണ്. അധികാരത്തിന്റെ തണലിൽ എന്ത് അതിക്രമവും കാട്ടാമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ തല കുനിക്കാതെ നിയമ പോരാട്ടം നടത്തിയ വനം വകുപ്പ് ജീവനക്കാർ മാതൃകയാവുകയാണ്. വനപാലകരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവർക്ക് ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാനുമുള്ള സാഹചര്യം ഒരുക്കാനും സർക്കാർ ബാധ്യസ്ഥരാണ്. കാവൽക്കാരന് മുന്നിൽ അടിയറവ് പറയുമെന്ന സത്യം വടാട്ടുപാറ കേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വനത്തെയും വനപാലകരെയും സംരക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. കേരളത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ വടാട്ടുപാറയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. സംസ്ഥാനത്തിന്റെ വിവിധ വനമേഖലകളിൽ സമാനമായ നിരവധി സംഭവങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട് മുത്തങ്ങയിൽ വനം വകുപ്പിന്റെ ഓഫീസുകൾക്ക് നേരെയും
ഉദ്യോഗസ്ഥർക്ക് നേരെയും ഉണ്ടായ അക്രമങ്ങൾ കേരളം മറന്നിട്ടില്ല. വനം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അനധികൃത മണൽ മരം കടത്തുകാർ തടയുമ്പോഴാണ് പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടതായി വരുന്നത്. നിലമ്പൂർ വനമേഖലയിലും ഇടുക്കിയിലെ ഉൾവനങ്ങളിലും മാഫിയ സംഘങ്ങളും അവർക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയ താല്പര്യക്കാരും വനപാലകരെ ശാരീരികമായി നേരിട്ട നിരവധി സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം പ്രതികൾ രക്ഷപ്പെടാറാണ് പതിവ്. എന്നാൽ വടാട്ടുപാറ കേസിലെ വിധി നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയൊരു കരുത്തായി മാറുന്നു. അധികാരത്തിന്റെ തണലിൽ എന്ത് അതിക്രമവും കാട്ടാമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ തല കുനിക്കാതെ നിയമ പോരാട്ടം നടത്തിയ വനം വകുപ്പ് ജീവനക്കാർ മാതൃകയാണ്. വനപാലകരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവർക്ക് ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാനുമുള്ള സാഹചര്യം ഒരുക്കാനും സർക്കാർ ബാധ്യസ്ഥരാണ്. കാവൽക്കാർക്ക് നേരെ ഉയരുന്ന ഓരോ കൈയും നിയമത്തിന് മുന്നിൽ അടിയറവ് പറയുമെന്ന സത്യം വടാട്ടുപാറ കേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വനത്തെയും വനപാലകരെയും സംരക്ഷിക്കാൻ നമുക്കും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. കേരളത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വടാട്ടുപാറയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. സംസ്ഥാനത്തിന്റെ വിവിധ വനമേഖലകളിൽ സമാനമായ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വയനാട് മുത്തങ്ങയിൽ വനം വകുപ്പിന്റെ ഓഫീസുകൾക്ക് നേരെയും ഉദ്യോഗസ്ഥർക്ക് നേരെയും ഉണ്ടായ അക്രമങ്ങൾ കേരളം മറന്നിട്ടില്ല. വനം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അനധികൃത മണൽ മരം കടത്തുകാർ തടയുമ്പോഴാണ് പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വരുന്നത്. നിലമ്പൂർ വനമേഖലയിലും ഇടുക്കിയുടെ ഉൾവനങ്ങളിലും മാഫിയ സംഘങ്ങളും അവർക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയ താല്പര്യക്കാരും വനപാലകരെ ശാരീരികമായി നേരിട്ട നിരവധി സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം പ്രതികൾ രക്ഷപ്പെടാറാണ് പതിവ്. എന്നാൽ വടാട്ടുപാറ കേസിലെ വിധി നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയൊരു കരുത്തായി മാറുന്നു. അധികാരത്തിന്റെ തണലിൽ ആരെയും തല്ലി ചതയ്ക്കാമെന്ന് കരുതുന്നവർക്ക് ഇതൊരു താക്കീതാണ്. കാട് സംരക്ഷിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വത്തെ വെല്ലുവിളിക്കുന്നവർ ഏത് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും നിയമത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുമെന്നതിന് തെളിവാണ് വടാട്ടുപാറയിലെ ഈ പോരാട്ടം. സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർക്കും നീതി ലഭിക്കാനുള്ള വഴി തുറക്കാൻ ഈ വിധി സഹായകരമായിരിക്കും. വനപാലകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ വനസമ്പത്ത് സംരക്ഷിക്കുന്നതിനും പൊതുസമൂഹം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും ഈ സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളെയും ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ശക്തമായ നിയമപരിരക്ഷയാണ് നമ്മുടെ ഭരണഘടനയും വിവിധ നിയമങ്ങളും നൽകുന്നത്. വടാട്ടുപാറ കേസിൽ എന്ന പോലെ ഒരു പൊതുസേവകനെ അല്ലെങ്കിൽ പബ്ലിക് സർവന്റിന്റെ ജോലി തടസ്സപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മർദ്ദിക്കുന്നതോ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അതീവ ഗൗരവകരമായ കുറ്റം തന്നെയാണ്. IPC സെക്ഷൻ 332 പ്രകാരം പൊതുസേവകനെ പരിക്കേൽപ്പിക്കുന്നത് 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ സെക്ഷൻ 353 പ്രകാരം ബലപ്രയോഗം നടത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നത് 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. കൂടാതെ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിലാക്കാൻ വനം നിയമം അനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക അധികാരങ്ങളുമുണ്ട്. വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറുന്നവരെയോ വനസമ്പത്തിന് നാശം വരുത്തുന്നവരെയോ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വനം ഉദ്യോഗസ്ഥർക്ക് അധികാരവുമുണ്ട്. വടാട്ടുപാറയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെയും സംഘത്തെയും ആക്രമിച്ചവർക്കെതിരെ ഈ വകുപ്പുകളെല്ലാം കൃത്യമായി വിനിയോഗിച്ചതുകൊണ്ടാണ് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്. വനപാലകർ നേരിടുന്ന ശാരീരിക ആക്രമണങ്ങൾ തടയുന്നതിനായി കേരള പോലീസ് ആക്ടും ഇവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. കേസിൽ സാക്ഷികൾ കൂറുമാറിയാലും മെഡിക്കൽ റിപ്പോർട്ടുകളും സയന്റിഫിക് തെളിവുകളും ഉപയോഗിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കാമെന്ന് വടാട്ടുപാറ വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ കേസെടുക്കാൻ വൈകിയാൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനും പ്രത്യേക നിയമസഹായം തേടാനും വനം വകുപ്പിൽ സംവിധാനങ്ങളും ഇന്നുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും കോടതിയുടെ ഇടപെടലിലൂടെ നീതി ലഭ്യമാക്കാൻ ഈ നിയമങ്ങൾ ഉദ്യോഗസ്ഥരെ സഹായിക്കും. വനപാലകരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ചർച്ചകൾക്കും ഈ വിധി വഴി തെളിയിച്ചു എന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. കേരളത്തിലെ വനസമ്പത്തും വനപാലകർ നേരിടുന്ന വെല്ലുവിളികളും പരിഗണിച്ച് വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ വിപ്ലവകരമായ നിയമപരിഷ്കാരങ്ങളാണ് വരാനിരിക്കുന്നത്. വടാട്ടുപാറയിലുള്ളതുപോലെ ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ വിഭാവനം ചെയ്യപ്പെടുന്നത്. നിലവിലുള്ള 1961 കേരള വനം നിയമത്തിൽ കാലോചിതമായിട്ടുള്ള ഭേദഗതികളൊക്കെ വരുത്തി വനപാലകർക്കെതിരെയുള്ള അതിക്രമങ്ങളെ ജാമ്യമില്ലാ കുറ്റമാക്കി മാറ്റാനുള്ള ചർച്ചകളും സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആക്രമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നിയമസഹായം ഉറപ്പാക്കുന്നതിനായി വനം വകുപ്പിന് കീഴിൽ പ്രത്യേക
ലീഗൽ സെൽ രൂപീകരിക്കാനും പദ്ധതിയുണ്ട്. വനമേഖലയിലെ കുറ്റകൃത്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാനും ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന രാഷ്ട്രീയ ഗുണ്ടായിസത്തിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനുമായി ബോഡി ക്യാമറ സംവിധാനം ഏർപ്പെടുത്തുന്നത് പ്രധാനമായിട്ടുള്ള മാറ്റമാണ്. വടാട്ടുപാറ കേസിൽ സാക്ഷിമൊഴികളെ പോലെ തന്നെ നിർണായകമായത് മെഡിക്കൽ രേഖകളായിരുന്നു. എന്നാൽ ഭാവിയിൽ ബോഡി ക്യാമറകളിലെ ദൃശ്യങ്ങൾ ആക്രമികൾക്കെതിരെയുള്ള അനിഷേധ്യമായ തെളിവുകളായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കൂടാതെ വനത്തിനുള്ളിലെ പെട്രോളിംഗ് സംഘങ്ങൾക്ക് ആധുനിക ആശയവിനിമയ സംവിധാനങ്ങളും അതുപോലെ തന്നെ GPS അധിഷ്ഠിത സുരക്ഷാ ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരും. വന നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് നൽകുന്ന പിഴ കുത്തനെ വർദ്ധിപ്പിക്കാനും നിയമലംഘകരെ രാഷ്ട്രീയ തണലിൽ രക്ഷപ്പെടാൻ അനുവദിക്കാതെ കേസ് ഡയറികൾ ഡിജിറ്റലൈസ് ചെയ്യാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. വനഭൂമി കയ്യേറ്റം തടയാൻ നോട്ടിഫൈഡ് വനഭൂമികളുടെ അതിർത്തികൾ ജിയോ ഫേഴ്സിംഗ് വഴി സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ ഇടപെടലുകൾ കുറയ്ക്കാൻ സഹായിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്വയരക്ഷയ്ക്കായി ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നതും പരിഗണനയിലുണ്ട്. ഇത്തരത്തിൽ നിയമപരമായ സംരക്ഷണവും സാങ്കേതികമായ കരുത്തും വർദ്ധിപ്പിക്കുന്നതിലൂടെ രാഷ്ട്രീയ മാഫിയകൾക്ക് മുന്നിൽ വനപാലകർ നിസ്സഹായരാകുന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ സാധിക്കും. വടാട്ടുപാറ കേസിൽ വനപാലകർ നേടിയ നിയമവിജയം ഇത്തരം പരിഷ്കാരങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. കേരളത്തിന്റെ പച്ചപ്പ് കാത്തു സൂക്ഷിക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഈ നിയമപരിഷ്കാരങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുമെന്നത് ഏറെ സന്തോഷകരമാണ്. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.